അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് കൂടി ചേർക്കാം. വറ്റൽമുളക് ചേർക്കുന്ന സമയത്ത് പൊട്ടിക്കാതെ അങ്ങനെ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പിലൊക്കെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം. കരിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം, അതുവരെ വഴറ്റിയെടുക്കാം. ഇത്രയും മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയൊരു ബൗളിലേക്ക് കുറച്ചധികം തേങ്ങ ചേർക്കാം. ഈ റെസിപ്പിക്ക് നമ്മൾ തേങ്ങ എത്ര വേണമെങ്കിലും ചേർക്കട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് ശർക്കരയും കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതൊരു 2 കൈപ്പിടിയോളം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ചേർക്കുക. അപ്പോൾ ഇത് എരിവും മധുരമൊക്കെ ചേർന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ശർക്കര ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പഞ്ചസാര വെച്ചിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ നന്നായിട്ട് തന്നെ ഞെരടി കൊടുക്കണം. കൈവച്ച് തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും പീസസ് കാണാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ ഞെരടി എടുക്കുക. അപ്പോൾ നമ്മളിത് എത്രത്തോളം ഇതുപോലെ ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അതിന് ശേഷം ഇതെല്ലാം ഞെരടിയതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്നോറും ശർക്കരയിൽ നിന്ന് കുറച്ച് വെള്ളം വിട്ട് വരും. തേങ്ങയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കുറച്ചിങ്ങനെ വിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ അവിലാണ് ചേർക്കേണ്ടത്. വെളുത്ത കനം കുറഞ്ഞ അവിലായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ നാടൻ അവലും ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയുള്ള അവൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊരു കനം കുറഞ്ഞ അവൽ, ഏത് തരം അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അവൽ ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നല്ല പേപ്പർ പോലത്തെ അവലല്ലേ. ശർക്കരയിലൊക്കെ അത്യാവശ്യം കുറച്ച് വെള്ളം വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തന്നെ മതി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അഥവാ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഈ ശർക്കരയും അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ എരിവ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവലിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ആ മധുരവും എരിവൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചായയുടെ കൂടെയോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്